മാമയുടെ മക്കൾ വന്നൊരു ദിവസമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉമ്മർത്ത് ഇങ്ങനെ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. കൂടെ അച്ഛൻ നമുക്ക് നല്ല ഐസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സേമിയ ഐസാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ഈ ചൂടത്ത് ഓരോ ഐസ് ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക രസമാണല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിങ്കുവിൻ്റെ കുറച്ച് വാശിയായിരുന്നു. പിന്നെ ഞാൻ എല്ലാ പണികളും പോയിട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ചെറിയ മഴക്കാറും ചെറിയ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് വിചാരിച്ചു കള്ളനും പോലീസൊക്കെ കളിക്കുന്നത്. കുറേ ആയിട്ടോ ഈ വക സാധനങ്ങളൊക്കെ കളിച്ചിട്ട്. സ്കൂൾ കോളേജൊക്കെ പഠിക്കുമ്പോൾ കളിച്ചതായിരിക്കാം. അതിനുശേഷം അങ്ങനെ ഫാമിലി കൂടുമ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഗെയിംസ് കളിക്കുന്നല്ലാണ്ട് ഇത് കളിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ശരി ഇന്ന് അത് കളിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അമ്മേനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കളരും പോലീസൊക്കെ കളിച്ച് കുറച്ച് ചിരിച്ച് അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ ബ്രോസ്റ്റഡ് ആയിരുന്നു. ബ്രോസ്റ്റഡും കുബൂസും പിന്നെ ഒരു വലിയ കുപ്പി പെപ്സി അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മർത്ത്, അതായത് ഹാളിൽ തന്നെ എല്ലാവരും കൂടി വട്ടത്തിൽ അങ്ങനെ ഇരുന്ന് കഴിക്കാനിരുന്നു. അപ്പോൾ ഞാനൊരു ലെഗ് പീസ് തന്നെ അങ്ങോട്ട് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ലെഗ് പീസുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിതാ ചാച്ചി ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ വിചാരിച്ചു ഒരു ഫിലിം കാണാൻ. ഏതാ മോഹിനിയാട്ടാണ് കേട്ടോ കാണാൻ പോയത്. നല്ല കോമഡി മൂവി തന്നെയാണ്. അപ്പോൾ പോണ വഴി നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ജീൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവൾക്കൊരു ജീൻസും അവനൊരു ജീൻസൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ രണ്ടുപേർക്കും ജീൻസും കിട്ടി. നമ്മുടെ ഡിങ്കു കണ്ടില്ല, അവന് വേണ്ട സാധനം അവൻ്റെ കറക്റ്റ് അളവിന് ഏകദേശം പറ്റിയ സാധനം വെച്ച് നോക്കിയിട്ട് വേണമെന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേഗം നേരെ വരുന്ന വഴി അമ്മൂൻ്റെ വീട്ടിൽ കയറി. പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ തിയേറ്ററിൽ എത്തിയപ്പോഴും കറക്റ്റ് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫിലിമിന് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. പിന്നെ ഫിലിമിന് പോകുമ്പോൾ നമ്മൾ അല്ലുവിന് എന്തൊക്കെയോ സ്നാക്സ് ലേസും ജ്യൂസും അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. ലേസൊന്നും വാങ്ങി കൊടുക്കാറില്ല, വല്ലപ്പോഴും ചോദിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ഫിലിമും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചിക്കനെന്നൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല ഗൈസ്. കാരണം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർ പറഞ്ഞു ഇനി സമയം ലേറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ പിള്ളേരെ കുറച്ച് നേരത്തെ ഈ കാറിൻ്റെ പുറത്ത് കയറ്റിയിരുത്തി അവർ കളിച്ചു. അങ്ങനെ അവർ ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. പിന്നെ മാമൻ്റെ മക്കൾ വീഡിയോസും പോവുകയും ചെയ്തു.